ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. നമസ്കാരം. നാളെയാണ് നാം ഏവരും കാത്തിരിക്കുന്ന വിഷുവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് വിഷുക്കണി. വിഷുക്കണിക്ക് അത്രമേൽ പ്രാധാന്യം നാളെയുണ്ട്. എങ്ങനെ വിഷുക്കണി ഒരുക്കാം എന്നതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ആ വീഡിയോ കൂടി കാണുവാൻ ശ്രമിക്കുക. കാരണം കണി ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആ അധ്യായത്തിലൂടെ പരാമർശിച്ചിട്ടുള്ളത്. ഈ അധ്യായത്തിലൂടെ കണി ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഒഴിവാക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ഈ കാര്യങ്ങൾ ഒഴിവാക്കിയില്ല എങ്കിൽ നാം കാണുന്ന കണി അത്രമേൽ നമുക്ക് ശുഭകരമായി ഭവിക്കണം എന്നില്ല. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും കുറയുന്നതിന് അത് കാരണമായി തീരുകയും ചെയ്യും. എന്താണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എന്ന് വിശദമായി അറിയാം. ഏവരും ഒരു നിമിഷം ഓം നമോ നാരായണായ എന്ന് കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. കണിയിൽ ഏതൊരു വസ്തു വയ്ക്കുമ്പോഴും ആ വസ്തുവിന് കേടുപാടുകൾ സംഭവിച്ചതായിരിക്കരുത് എന്ന കാര്യം ഓർക്കണം. കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളതായ വസ്തുക്കൾ കണിയിൽ വയ്ക്കുന്നത് നിങ്ങളുടെ ഐശ്വര്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ഏതൊരു കാര്യവും നാം കണിയിൽ വയ്ക്കുമ്പോൾ അത് ശുദ്ധിയോടെ വയ്ക്കണം. അഴുക്ക് ഒരിക്കലും പാടുള്ളതല്ല. അഴുക്കുള്ള ഏതൊരു വസ്തു കണിയിൽ വച്ചാലും ആ കണിയുടെ ശോഭ കെടുത്തും എന്ന് മാത്രമല്ല, അത് നിങ്ങളുടെ ഐശ്വര്യത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. അതിനാൽ അതും പാടുള്ളതല്ല. സ്വർണം, നാണയം എന്നിവ തീർച്ചയായും കണിയിൽ വയ്ക്കുക തന്നെ ചെയ്യും. അത് ഏവരും വയ്ക്കാറുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇപ്രകാരം വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഇവ ജലത്തിൽ കഴുകിയതിന് ശേഷം, ശുദ്ധി വരുത്തിയതിന് ശേഷം വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പ്രധാനമായും കഴുകിയ അത് ഉപ്പുജലമാണ് എങ്കിൽ ഏറ്റവും വിശേഷം. ഉപ്പുജലത്തിൽ കഴുകിയതിന് ശേഷം നാണയം, സ്വർണം എന്നിവ തുടച്ച് ശുദ്ധിയോടെ തന്നെ കണിയിൽ വയ്ക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ്. ഇനി നാണയമാണ് വയ്ക്കുന്നത് എങ്കിൽ പോലും നാണയം ഒരിക്കലും കഴുകാതെ നിങ്ങൾ വയ്ക്കാൻ പാടുള്ളതല്ല. അത് നിങ്ങളുടെ ഐശ്വര്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതിനാൽ ആ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. വിളക്ക് തീർച്ചയായും കണിയിൽ വയ്ക്കുന്നവർ തന്നെയാണ് ഏവരും. വിളക്ക് വയ്ക്കുമ്പോൾ ആ വിളക്ക് കഴുകി തുടച്ചതിന് ശേഷം വേണം വയ്ക്കുവാൻ. കൂടാതെ ആ വിളക്കിന് കേടുപാടുകൾ സംഭവിക്കുക, വളരെയധികം പൊട്ടലുകൾ അല്ലെങ്കിൽ ഞളക്കം പോലുള്ള കാര്യങ്ങൾ സംഭവിച്ച വിളക്കാണ് എങ്കിൽ അത് ശുഭകരമല്ല. ഇന്നത്തെ ദിവസം ആ വിളക്ക് മാറ്റി സ്ഥാപിക്കുവാൻ നിങ്ങൾ ചിലവാക്കേണ്ടതാണ്. അതായത് മാറ്റി സ്ഥാപിക്കുക എന്നാൽ മാറ്റി വാങ്ങുക എന്നുള്ളതാണ്. ആ വിളക്ക് മാറ്റി വാങ്ങുവാൻ ശ്രദ്ധിക്കണം. പുതിയ വിളക്ക് തന്നെ ഇന്നേ ദിവസം കണിക്കായി ഉപയോഗിക്കുന്നതും വളരെ ശുഭകരമാണ്. അത് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ മാത്രം. ഇനി അഥവാ നിങ്ങൾ വിളക്ക് വാങ്ങുവാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ, ഒരു പുതിയ വിളക്ക് വാങ്ങണം എന്നൊരാഗ്രഹമുണ്ട് എങ്കിൽ അത് വാങ്ങുവാൻ ഏറ്റവും ഉത്തമമായ ദിവസം ഇന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും പുതിയ വിളക്കിൽ കണി കാണുന്നതും ശുഭകരമാണ്. അതിനാൽ ആരെങ്കിലും വിളക്ക് വാങ്ങുവാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്നേ ദിവസം തന്നെ വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊന്ന്, അടുക്കളയിലും മറ്റും ഉപയോഗിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ കണിയിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതായത് നിങ്ങൾ മറ്റൊരാവശ്യത്തിന് വാങ്ങിയ വസ്തുക്കളാകാം. ഉദാഹരണത്തിന് ഉണക്കലരി അല്ലെങ്കിൽ ഫലവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ നിങ്ങൾ അടുക്കളയിൽ സൂക്ഷിച്ചതിന് ശേഷം, അതായത് മറ്റൊരാവശ്യത്തിനായി കണിക്കല്ലാതെ വാങ്ങിയതിന് ശേഷം ആ വസ്തുക്കൾ നിങ്ങൾ കണിയിൽ വയ്ക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ശുഭകരം ആകുന്നതല്ല. അതിനാൽ തീർച്ചയായും ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അടുക്കളയിൽ മറ്റും ഉപയോഗിക്കുന്ന നെയ്യ്, വെളിച്ചെണ്ണ എന്നിവ വിളക്ക് തെളിയിക്കുവാൻ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല.
അതിനാൽ കണിക്കായി പ്രത്യേകം ഇത്തരം കാര്യങ്ങൾ വാങ്ങുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ നിത്യവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിളക്ക് തെളിയിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണയിൽ നിന്നും എടുക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ മറ്റൊരു ആവശ്യത്തിനായി വാങ്ങിയതായ കാര്യങ്ങൾ കണിക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. ഫലവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറികൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, കറുത്ത നിറത്തിലുള്ള കുത്തുകൾ പാടുകളുള്ള വെള്ളരി, അത്തരം കണി വെള്ളരി അല്ലെങ്കിൽ ഫലവർഗ്ഗങ്ങളാണ് എങ്കിലും നിങ്ങൾ ഒരിക്കലും അത് കണിയിൽ വയ്ക്കാൻ പാടുള്ളതല്ല. അത് ശുഭകരമായി ഭവിക്കില്ല. പ്രത്യേകിച്ചും ശരിയായ നിറമുള്ള മാമ്പഴം, മഞ്ഞ നിറമുള്ള മാമ്പഴം, ഓറഞ്ച്, അത്തരത്തിൽ വളരെ നിറമുള്ള വസ്തുക്കൾ വയ്ക്കുകയാണ് എങ്കിൽ അത് ശുഭകരമാണ്, അല്ല കൂടുതൽ ശുഭകരമാണ് എന്ന് പറയാം. കറുത്ത കുത്തുകൾ, കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ കണിയിൽ വയ്ക്കാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. കണിക്ക് തീർച്ചയായും നിങ്ങൾ ഉപയോഗിക്കുന്നതായ കാര്യങ്ങളിൽ ഒന്നാണ് വിഗ്രഹം അല്ലെങ്കിൽ ചിത്രം. ഭഗവാന്റെ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം നിങ്ങൾ തീർച്ചയായും കണിക്കായി ഉപയോഗിക്കുന്നതാണ്. ഇപ്രകാരം ഉപയോഗിക്കുമ്പോൾ അത് ഒരിക്കലും കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളതായ വിഗ്രഹം ആകുവാൻ പാടുള്ളതല്ല. കേടുപാടുകൾ സംഭവിച്ച വിഗ്രഹമാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കുന്നതല്ല. അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, ആ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം മാറ്റി സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം ക്ഷേത്രത്തിൽ സമർപ്പിക്കാം. കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ള വിഗ്രഹങ്ങളുടെ കാര്യമാണ് പരാമർശിക്കുന്നത് അല്ലെങ്കിൽ ചിത്രങ്ങളുടെ കാര്യമാണ് പരാമർശിക്കുന്നത്. ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയോ അല്ലെങ്കിൽ ഒഴുകുന്ന ജലത്തിൽ നിങ്ങൾക്ക് ഒഴുക്കി കളയുകയോ ചെയ്യാം. ഇപ്രകാരം ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായി ഭവിക്കുന്നതാണ്. അതിനാൽ തീർച്ചയായും ആ ഒരു കാര്യം ചെയ്യുക. ശേഷം പുതിയൊരു ചിത്രം, വിഗ്രഹം വാങ്ങി നിങ്ങൾ കണി കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. ഇനി അഥവാ കേടുപാടുകളൊന്നും സംഭവിക്കാത്ത വിഗ്രഹം, ചിത്രമാണ് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, ആ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം തുടച്ച് വൃത്തിയാക്കണം എന്നുള്ളതാണ്. വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ശുദ്ധമായ ജലം എടുക്കുക. ആ ജലത്തിലേക്ക് ഒരു നുള്ള് പച്ചകർപ്പൂരം നിങ്ങൾ ഇടണം. ഒരു നുള്ള് മതി. ഇട്ടതിന് ശേഷം ആ ജലം കൊണ്ട് നിങ്ങൾക്ക് വിഗ്രഹം അല്ലെങ്കിൽ ചിത്രങ്ങൾ തുടച്ച് വൃത്തിയാക്കാവുന്നതാണ്. അത് ഇരട്ടി പോസിറ്റീവായ ഊർജം നിങ്ങൾക്ക് നൽകും. അതിനാൽ തീർച്ചയായും ആ ഒരു കാര്യത്തിന് നിങ്ങൾ പ്രാധാന്യം നൽകണം. അതേപോലെ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, നിങ്ങൾ കണിക്ക് ഉപയോഗിക്കുന്ന വിഗ്രഹം, ചിത്രങ്ങൾ കഴുകി അല്ലെങ്കിൽ ഇപ്രകാരം തുടച്ച് വൃത്തിയാക്കുന്നത് പോലെ തന്നെ പൂജാമുറിയിലെ ചിത്രങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ഈ ചിത്രം മാത്രം തുടച്ചതുകൊണ്ട് പ്രയോജനമില്ല. നിങ്ങളുടെ പൂജാമുറിയിലെ ആ ചിത്രങ്ങൾ കൂടി ഇപ്രകാരം തുടച്ച് പൂർണ്ണമായും ശുദ്ധി വരുത്തുവാൻ ശ്രദ്ധിക്കണം. അത് പച്ചകർപ്പൂരം കൊണ്ടുള്ള ജലത്തിൽ ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ്. ശേഷം അല്പമൊരു പനിനീർ തളിക്കുന്നതും ശുഭകരമാണ്. ഇരട്ടിയായി പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന് അത് ശുഭകരമായി തീരും. അതിനാൽ ഇന്നേ ദിവസം തന്നെ ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകണം. പകൽ സമയങ്ങളിൽ തന്നെ ഈ കാര്യം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അഥവാ രാത്രിയിലാണ് കേൾക്കുന്നത് എങ്കിൽ ആകാം. എന്നാൽ ഏറ്റവും ശുഭം പകൽ സമയങ്ങളിൽ തന്നെ ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് തന്നെയാകുന്നു. ഇനി ശ്രദ്ധിക്കേണ്ടതായ കാര്യം, നമ്മുടെ വീട് ശുദ്ധിയാക്കണം എന്നുള്ളതാണ്. വീട് ശുദ്ധിയാക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ കാര്യം, തറ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഉൾഭാഗം തുടച്ച് വൃത്തിയാക്കണം. ആ ജലം അല്പം ഒരു ഉപ്പ് ജലം കൊണ്ടാണ് എങ്കിൽ ഏറ്റവും ഉത്തമമാണ്. തുടയ്ക്കുന്ന ജലത്തിൽ അല്പം ഉപ്പിട്ട് നിങ്ങൾക്ക് വീട് തുടയ്ക്കാവുന്നതാണ്. ഇപ്രകാരം തുടയ്ക്കുന്നതിലൂടെ നെഗറ്റീവായ ഊർജത്തെ പൂർണ്ണമായും ഒഴിവാക്കുവാനും പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുവാനും സഹായകരമായി തീരും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മഞ്ഞൾ ജലം നിങ്ങൾക്ക് തെളിക്കാം. അതാണ് ഏറ്റവും ശുഭം. വീടിന്റെ ഉൾഭാഗം അല്ലെങ്കിൽ വീടിന്റെ പുറം വശം ശുദ്ധിയാക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുണ്ട് പ്രധാന വാതിലിനും. പ്രധാന വാതിൽ തുടച്ച് വൃത്തിയാക്കണം. അതോടൊപ്പം
സ്വസ്തിക ചിഹ്നം വരയ്ക്കുന്നതും ഓം ചിഹ്നം വരയ്ക്കുന്നതും വളരെ ശുഭകരമാണ്. ഇത് ഇരട്ടി പോസിറ്റീവായ ഊർജം നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. ഈ ഒരു കാര്യം കൂടി ഏവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധവും ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു വർഷം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.